Friends, welcome back to our channel Wealthy Life. 25 ഫെബ്രുവരി 2021 ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റോക്കുകളും ആ സ്റ്റോക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള റീസെൻറ്റ് ന്യൂസ് അപ്ഡേറ്റ്സുമാണ് ഇന്നത്തെ വീഡിയോ വഴി കവർ ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ ഫാർമ സെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള റീസെൻറ്റ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് കിടക്കാം. സെൻട്രൽ ഗവൺമെൻറ് 15,000 കോടി രൂപയുടെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം ഫാർമ സെക്ടറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മുമ്പ് 12,000 കോടി രൂപയുടെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം ടെലികോം എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിംഗ് കമ്പനികൾക്ക് നൽകിയിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു സ്റ്റോക്കാണ് കാഡില. കാരണം കാഡില മെൻഗീസ് ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന സിപ്രിയം തെറാപ്റ്റിസ് കോപ്പർ ഹിസ്റ്റാഡിനേറ്റ് എന്ന ഡ്രഗ് ഉണ്ടാക്കുന്ന കമ്പനിയായ സിപ്രിയവുമായി ഈ ഡ്രഗിൻ്റെ സെയിൽസിന് ആവശ്യമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട്. കൂടാതെ പിരാമൽ എൻ്റർപ്രൈസസിൻ്റെ സബ്സിഡറി കമ്പനിയായ പിരാമൽ ഫാർമ എന്ന കമ്പനി കൺവെയൻസ് കെമിക്കൽ എന്ന കമ്പനിയെ കംപ്ലീറ്റ് ആയിട്ട് അക്വിസിഷൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകുന്ന ന്യൂറേക്ക എന്ന കമ്പനിയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിൽ 50% ഡിക്ലൈൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. PSU സെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഡ്രഡ്ജിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ചേർന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിലിംഗ് സെക്ഷൻ ഹോപ്പർ ഡ്രഡ്ജ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഷ് എന്ന കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസിൽ വളരെ വലിയ ഒരു പ്രൈസ് ഹൈക്കാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട റീസൺ ബോഷ് 800 കോടി രൂപ ബാംഗ്ലൂരിൽ സ്മാർട്ട് ക്യാമ്പസ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്നലത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും പ്രത്യേകിച്ചും RBI ഗവർണറുടെ സൈഡിൽ നിന്നുള്ള ചില കൺസേണുകൾ കാണാൻ സാധിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ക്രിപ്റ്റോ കറൻസികൾക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു ഡിജിറ്റൽ ക്രിപ്റ്റോ കറൻസി ബിൽ ഉടൻ തന്നെ പാസ്സാക്കും എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ മാർക്കറ്റിൽ ഇപ്പോൾ 2022 ഇന്ത്യയിൽ പ്ലാസ്റ്റിക് ബാൻ സംഭവിക്കും എന്നുള്ള രീതിയിൽ ചില റൂമറുകൾ കൂടി നടക്കുന്നുണ്ട്. മാരുതി സുസുക്കി റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ്സ് പരിശോധിക്കുകയാണെങ്കിൽ 2025 മാരുതി അതിൻ്റെ ഓട്ടോമൊബൈൽ ടെക്നോളജിയിൽ ഇലക്ട്രിഫിക്കേഷൻ കൊണ്ടുവരും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രീവിയസ് ട്രേഡിംഗ് സെഷനിൽ NSEയിൽ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ടായതിനു ശേഷം ബാങ്ക് നിഫ്റ്റിയിൽ വളരെ വലിയ ഒരു പ്രൈസ് മൊമെൻറ്റം നമ്മൾക്ക് കാണാൻ സാധിച്ചു. ഈ പ്രൈസ് മൊമെൻറ്റത്തിൻ്റെ പിന്നിലെ റീസൺ പരിശോധിക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ബാങ്കുകൾക്ക് കൂടി ഇനി മുതൽ ഗവൺമെൻറ് ബിസിനസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പറഞ്ഞതാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രൈവറ്റ് സെക്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കായ HDFC എന്ന ബാങ്കിൽ 5% ഗെയിൻ നമ്മൾക്ക് കാണാൻ സാധിച്ചു. ICICI ബാങ്ക്, RBL ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, ഇൻഡസ് ബാങ്ക്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക് എന്നീ സ്റ്റോക്കുകളെല്ലാം നന്നായി പെർഫോം ചെയ്തു. റീസെൻ്റ്ലി പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിങ്ങിൽ വ്യത്യാസം വരുത്തിയ ചില സ്റ്റോക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ആപ്പിൾ ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട പ്രൊമോട്ടറായ ആപ്പിൾ ഹോൾഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ആപ്പിൾ ഇന്ത്യയിൽ 46.84% നിന്നും സ്റ്റേക്ക് ഹോൾഡിംഗ് 48.6% ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാഡറപ്പ് ഫിനാൻസിൻ്റെ പ്രൊമോട്ടർ കമ്പനിയായിട്ടുള്ള ക്വയറ്റ് എൻ്റർപ്രൈസസ് LLP എന്ന കമ്പനി അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 29.91% നിന്നും 31.35% ഉയർത്തിയിട്ടുണ്ട്. ആശാപുര മൈൻ കെമിൻ്റെ പ്രൊമോട്ടറായ ആശാപുര ഇൻഡസ്ട്രീസ് എന്ന കമ്പനി അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 15.69% ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാഞ്ചി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കമ്പനി മോണ്ടോ കാർലോ ഫാഷൻസിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 8.89% നിന്നും 3.86% ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ന്യൂസുകളും ആ ന്യൂസുകൾ റിലേറ്റഡ് ആയിട്ടുള്ള റീസെൻറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്